ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. SSLC +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ ഗവൺമെന്റും സ്വകാര്യ സ്ഥാപനങ്ങളും സജീവമാവുകയാണ്. സ്വീകാര്യമായ കോഴ്സുകൾക്കും അനുയോജ്യമായ തൊഴിൽ സാധ്യതകൾക്കും വ്യക്തമായ അവബോധം സൃഷ്ടിക്കുന്ന ക്ലാസുകളാണ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സംഘടനയുടെ വളർച്ചയ്ക്ക് പുതുതലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ സുദർശൻ നാച്ചിയപ്പ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. വികസനത്തിന്റെ പേരിൽ വ്യാപാരികൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. AKDAക്ക് കോഴിക്കോട്ട് പുതിയ ആസ്ഥാനം. തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ SSLC +2 വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. DCCയിൽ നടന്ന പരിപാടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ സുദർശൻ നാച്ചിയപ്പ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ വളർച്ചയ്ക്ക് പുതുതലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കാൻ യുവതാരങ്ങൾ ഉയർന്നുവരേണ്ട സാഹചര്യത്തിലാണ് സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ ആത്മാവ് കാക്കാൻ മനസ്സു ചേർക്കുക, കോൺഗ്രസിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ക്യാമ്പയിൻ. DCC ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ സുദർശൻ നാച്ചിയപ്പ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ വളർച്ചയ്ക്ക് പുതുതലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. Youngsters are coming every year, 18 years old people. Youngsters are coming into the vote bank. They are gradually increasing. 30%, 40% they are coming out. They are going on increasing. Therefore, we have fixed a very normal increase of 20% to 30% so that we will achieve that target. ചടങ്ങിൽ MI ഷാനവാസ് MP, DCC പ്രസിഡന്റ് T സിദ്ദിഖ്, KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ, UDF ചെയർമാൻ P ശങ്കരൻ, KPCC DCCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജില്ലയിൽ വ്യാപകമാക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനും ക്യാമ്പയിനിലൂടെ മുൻതൂക്കം നൽകുന്നുണ്ട്. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകൾ പരിചയപ്പെടുത്തുവാനും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കരിയർ ശില്പശാല സംഘടിപ്പിച്ചു. RDTE ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. SSLCയും +2 കഴിഞ്ഞ് ഇനി അങ്ങോട്ട് എന്ത് എന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾക്ക് ഒരാശ്വാസമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കരിയർ ശില്പശാല ആരംഭിച്ചത്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ, സ്വീകാര്യമായ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്ലാസുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാവുന്ന സംശയങ്ങൾ ദൂരീകരിച്ച് ഓരോരുത്തർക്കും യോജിച്ച കരിയർ തിരഞ്ഞെടുക്കാൻ ഈ ശില്പശാല ഏറെ സഹായകമാകും. RDTE ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KP സുരേന്ദ്രൻ, WPTC പ്രിൻസിപ്പൽ P ബീന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് പുത്തൻ ഡിഗ്രി കോഴ്സുകളുണ്ട്. ബയോ ഇൻഫർമാറ്റിക്സ്, ബയോ ടെക്നോളജി, കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ വരുന്നത്. അതാണ് ന്യൂ കോഴ്സസ് എന്ന് പറയുന്നത്. വൊക്കേഷണൽ തൊഴിലധിഷ്ഠിതമായ ഡിഗ്രി കോഴ്സുകൾ, പിന്നെ ഞങ്ങൾ പോലെ ചെയ്യുന്ന ടെക്നിക്കൽ തികച്ചും സാങ്കേതികമായിട്ടുള്ള കോഴ്സുകൾ. ഇനി ക്ലാസ് റൂമിൽ നിന്നും പോവാതെ നമുക്ക് ഡിഗ്രികളൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന അസോസിയേറ്റഡ് ഡിഗ്രി കോഴ്സുകൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതുപോലെയുള്ള കോഴ്സുകൾ. KGPTC പ്രിൻസിപ്പൽ KP രാജീവനാണ് വിശദമായ നിർദ്ദേശങ്ങളടങ്ങിയ ആദ്യ ക്ലാസ് എടുത്തത്. അധ്യാപകന്മാരായ NM അജിത് കുമാർ, സുനിൽ ദാസ്, TK ജോൺസൺ, ജയറാണി, CK ശ്രീത എന്നിവരും ക്ലാസ് എടുത്തു.
ഇന്റർസോൺ കലോത്സവത്തിന് സമാപനമായി. 5 ദിവസങ്ങളിലായി 3000-ലധികം പ്രതിഭകളാണ് കലോത്സവത്തിന്റെ ഭാഗമായത്. സമാപന ദിനത്തിൽ ജനപ്രിയ ഇനങ്ങൾ വേദി കൈയടക്കി. സാമൂതിരിയുടെ മണ്ണിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്നുവന്ന ഇന്റർസോൺ കലോത്സവത്തിന് തിരശീല വീണു. 3000-ലധികം പ്രതിഭകൾ 6 വേദികളിലായാണ് സർഗപ്രതിഭ തെളിയിച്ചത്. മികച്ച സംഘാടന മികവിൽ ശ്രദ്ധേയമായിരുന്നു കലോത്സവം. സമാപന ദിനത്തിൽ ഒപ്പന, മിമിക്രി, വട്ടപ്പാട്ട്, നാടോടി നൃത്തം, മോണോ ആക്ട്, ദഫ്മുട്ട്, ബാൻഡ് മേളം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങേറിയത്. മാനാഞ്ചിറ, മിഠായിത്തെരുവ്, വലിയങ്ങാടി, കാപ്പാട്, ബേപ്പൂർ എന്നിങ്ങനെ പേരിട്ട വേദികളിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു മത്സരം. ഒന്നിനൊന്നും മികവ് കാട്ടിയായിരുന്നു കോളേജുകൾ തമ്മിലുള്ള പോരാട്ടം. ഇശൽ പുളകങ്ങൾ മൊഞ്ചു ചാർത്തി കലോത്സവ വേദിയിലെ ഒപ്പന. സുറുമയെഴുതി തട്ടമിട്ട മൊഞ്ചത്തികളെന്നും ആസ്വാദകർക്ക് ഹരമാണ്. കലോത്സവ നഗരിയിലെ ഒപ്പന വിശേഷങ്ങളിലേക്ക്. മണവാട്ടിമാരുടെ സൗന്ദര്യ മത്സരം കൂടിയാണ് കലോത്സവ നഗരിയിലെ ഒപ്പന. മണവാട്ടിക്കൊപ്പം മംഗമാർക്കുമുണ്ട് പിന്നണിയിൽ ഒരുക്കങ്ങൾ. തകൃതിയായി നടക്കുന്ന ഒരുക്കം മുതൽ വേദിയിൽ ഒപ്പനയെത്തുന്നതുവരെ ആവലാതിയാണ് മാഷിനും പിള്ളേർക്കും. ആകർഷകമായി മണവാട്ടിയെ സുന്ദരിയാക്കുന്നിടത്താണ് ഒപ്പനയുടെ ആദ്യ വിജയം. മിന്നിത്തിളങ്ങുന്ന പട്ടിൻ പൊലിമയിൽ സർവാഭരണ വിഭൂഷിതയാക്കിയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇതോടെ അവളുടെ മൊഞ്ചുമീർന്നു. അവസാന നിമിഷത്തിലെ പരിശീലനം കൂടി പൂർത്തിയാക്കിയാണ് ഇവർ വേദിയിലെത്തുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതുവരെയുള്ള ആവലാതികൾക്ക് വിട നൽകുന്നത് വേദിയിലാണ്. താളത്തിനൊത്ത് ചുവടുവെച്ചും ഒപ്പനപ്പാട്ട് പാടിയും നിറഞ്ഞ സദസ്സിൽ വേദി തകർത്താടുന്ന ഒപ്പന അങ്ങനെ ആവേശമായി മാറുന്നു. കതിരുള്ളി കണ്ടിടാൻ ചെറുക്കൊത്തൊരു ബീവിയും ഒത്തിത പോതുകയായി നാളതിൽ കാമിനി പടമഞ്ചെടുത്തതിന്നതിനാ ചെയ്തിടും പൂരികളും. ഒരു ജനതയുടെ വികാരത്തിന് കൈത്താളമിട്ട് കലോത്സവ നഗരിയിലെ ഒപ്പന വേദിയിൽ നിന്നും ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം ശ്രുതി തിരുവമ്പാടി. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന് പുതിയ ആസ്ഥാനമുയർന്നു. കോയൻകോ ബസാറിൽ ആരംഭിച്ച AKDA ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ ടി നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പുതിയ നാട് വികസനത്തിലൂടെ ഉടലെടുത്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അസോസിയേഷൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനാണ് പുതിയ ഓഫീസ് സമുച്ചയം കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചത്. വിതരണ മേഖലയിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനും കമ്പനികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വിലയിരുത്താനും പുതിയ ഓഫീസ് സമുച്ചയത്തിൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. കോയൻകോ ബസാറിൽ പ്രവർത്തനമാരംഭിച്ച AKDA ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും നാടുവികസനത്തിന്റെ പേരിൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 10-40 കൊല്ലം കച്ചവടം ചെയ്ത കച്ചവടക്കാർ നാട് വികസിക്കുമ്പോ ഒരു സുപ്രഭാതത്തെ ഇറങ്ങിപ്പോ അത് നമ്മുടെ ആളുകൾ വിചാരിക്കുന്ന ജമ്മിമാര് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കൊടുക്കണ്ട. ചടങ്ങിൽ AKDA ജില്ലാ പ്രസിഡന്റ് ബാബു കുന്നോത്ത് അധ്യക്ഷനായിരുന്നു. സന്തോഷ് സഹദേവൻ, TP ഷഹീദ്, PK രാജൻ, സലാം കണ്ണൂർ, ശശിധരൻ കാസർഗോഡ്, ലാലു കൊയിലാണ്ടി, ER ആന്റണി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിൽ സ്വന്തമായൊരു ആസ്ഥാനമുയർന്നതോടെ ഭാവിതല പ്രവർത്തനങ്ങൾ സമഗ്രമായി ചർച്ചയാകുമെന്നാണ് അസോസിയേഷന്റെ കണക്കുകൂട്ടൽ. വാർത്തകളിൽ ഇടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK Nayanar ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു കുന്നു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സ്? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തിന് എതിരെ ജനകീയ കൺവെൻഷൻ ചേർന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. നീക്കം പിൻവലിക്കും വരെ പ്രക്ഷോഭം നടത്തുവാനും കൺവെൻഷൻ തീരുമാനിച്ചു. ഇവിടെ 4.39 ഏക്കർ ഭൂമിയാണ് സ്വകാര്യ കുത്തകളുടെ കൈകളിലെത്താൻ പോകുന്നത്. നഗരത്തിലെ കണ്ണായ സ്ഥലമായതിനാൽ അനവധി പേരെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർണ്ണഖനിയാണ്. വികസനമല്ല, നാടിന്റെ സ്വത്ത് കൊള്ളയടിക്കലാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധാരാളം ആളുകൾ പറന്നു വരും ഈ ഭൂമി ഏറ്റെടുക്കുക. ഇത് നഗരമധ്യത്തിലാണ്. നഗരമധ്യത്തിൽ ഇത്രയും ഭൂമി കിട്ടിയാൽ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാം. അതിന് നേട്ടം മുഴുവൻ മുതൽ മുടക്കുന്ന സ്വകാര്യ കമ്പനികൾക്കാണ്. ചെയർമാൻ PK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. RG പിള്ള, M രാജൻ, U പോക്കർ, M മുരളീധരൻ, നീലിയോട്ട് നാണു, VAN നമ്പൂതിരി, K ഷിബു, A സുനിൽകുമാർ, ഉദയഭാസ്കർ, AK രമേശ്, DREU ജനറൽ സെക്രട്ടറി മാത്യു സിറേക് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്തോനേഷ്യയിൽ ഭാരമുയർത്തി സ്വർണ്ണ വിജയവുമായി കോഴിക്കോട്ടുകാരി. ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ 84 കിലോ ഉയർത്തി അഭിരാമിയാണ് രാജ്യത്തിന് അഭിമാനമായത്. ഒരു റിപ്പോർട്ടിലേക്ക്. ഇത് അഭിരാമി ആത്മവിശ്വാസത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകം. നാടിന്റെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് സ്വർണ്ണ നേട്ടം കൈവരിച്ചവൾ. ഏറ്റെടുത്ത ദൌത്യം വിജയത്തിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് അഭിരാമി ഇന്ന്. ഇന്തോനേഷ്യയിൽ ഭാരമുയർത്തി രാജ്യത്തിന്റെ അഭിമാനമായ താരം സീനിയർ ഗേൾസ് വിഭാഗത്തിൽ 84 കിലോയാണ് ഉയർത്തിയത്. മത്സരത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പതറിയെങ്കിലും ഓവറോൾ 1ാം സ്ഥാനം തന്നെ അഭിരാമി നേടി. രാജ്യത്തിനു വേണ്ടി സ്വർണം നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്നും വിജയത്തിൽ അഭിമാനിക്കുന്നുവെന്നും അഭിരാമി പറയുന്നു. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിരാമി പവർ ലിഫ്റ്റിംഗിലേക്ക് കടക്കുന്നത്. അതിന് പ്രചോദനമായത് ഒരു ഫുട്ബോൾ ക്യാമ്പാണ്. പ്രമുഖ വനിതാ ഫുട്ബോൾ കോച്ച് ഫൗസിയാണ് അഭിരാമിക്ക് പവർ ലിഫ്റ്റിംഗ് പരിചയപ്പെടുത്തിയത്. തന്റെ ശരീരഘടനയ്ക്ക് യോജിച്ച മത്സരം പവർ ലിഫ്റ്റിംഗ് ആണെന്നായിരുന്നു ഫൗസിയാന്ന് അഭിരാമിക്ക് പറഞ്ഞുകൊടുത്തത്. പിന്നീടങ്ങോട്ട് പവർ ലിഫ്റ്റിംഗിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ ദിവസമായിരുന്നു. തളി ഗോൾഡസ് ജിമ്മിലെ പരിശീലകരായ P അനിൽകുമാറിന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ കോച്ച് E ഷമിയുടെയും അരികിലെത്തി മികച്ച പരിശീലനവും അഭിരാമി നേടി. തുടർന്നങ്ങോട്ട് നാഷണൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ അഭിരാമി മത്സരിച്ചു. മത്സരങ്ങളിലെല്ലാം നേട്ടം കൊയ്ത ഈ താരത്തിന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും യോഗ്യത ലഭിച്ചു. എന്നാൽ സാമ്പത്തികം എന്ന കടമ്പ കടന്ന് മത്സരിക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക അഭിരാമിയെ തളർത്തി. സ്കൂളിലെ അധ്യാപകരുമായി പരിശീലകർ ഈ കാര്യം സംസാരിച്ചു. അഭിരാമിയിലുള്ള വിശ്വാസം കൊണ്ടാവാം അധ്യാപകരുടെയും സ്ഥലം MLAയുടെയും ഇടപെടൽ കൊണ്ട് ഇന്തോനേഷ്യയിൽ പോയി മത്സരിക്കാൻ സാധിച്ചു. വിശ്വാസം തകർക്കാതെ രാജ്യത്തിന്റെ അഭിമാനം കാത്താണ് അഭിരാമി കോഴിക്കോട്ട് തിരിച്ചെത്തിയത്. അഭിരാമിയെപ്പോലുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഞങ്ങളെപ്പോലുള്ള പരിശീലകർ തയ്യാറാണ്. അതുപോലെ ഗവൺമെന്റിന്റെ ഇടപെടലും ഇവിടെ അനിവാര്യമാണെന്നും ഇന്റർനാഷണൽ താരങ്ങളായ പരിശീലകരായ P അനിൽകുമാറും E ഷമിയും പറയുന്നു. ഉള്ളു നിറയെ ആത്മവിശ്വാസവുമായി ഇന്തോനേഷ്യയിലെത്തിയ താരം സ്വർണവുമായാണ് തിരിച്ചെത്തിയത്.
ഈ ആത്മവിശ്വാസവും സമർപ്പണബോധവും എന്നും ഈ മിടുക്കിക്ക് ഒപ്പമുണ്ടാകട്ടെയെന്നും ലോകോത്തര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കട്ടെയെന്നും നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ റമോ പീറ്ററിനോടൊപ്പം കോഴിക്കോട് നിന്നും നയൻതാര. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ഭാരവാഹികളായ എളമരം കരീം, K ജയപ്രകാശ്, PK പ്രമോദ്, MM അബ്ദുൾ അക്ബർ എന്നിവർക്ക് സ്വീകരണം നൽകി. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എളമരം കരീമിനും ജനറൽ സെക്രട്ടറി K ജയപ്രകാശിനും ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജോയിന്റ് സെക്രട്ടറി PK പ്രമോദ്, ക്ഷണിതാവ് MM അബ്ദുൾ അക്ബർ എന്നിവർക്കും സ്വീകരണം ലഭിച്ചു. എല്ലാവരെയും ഷോൾ അണിയിച്ചു. സ്വീകരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. P പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. പൊതുമേഖലയാകെ സ്വകാര്യവൽക്കരിക്കലാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് മറുപടി പ്രസംഗത്തിൽ എളമരം കരീം പറഞ്ഞു. വൈദ്യുതി മേഖലയെയും ഒഴിവാക്കിയില്ല. ട്രേഡ് യൂണിയൻ പ്രവർത്തനം അസാധ്യമാകുന്ന തരത്തിലാണ് തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്നത്. ഇത്തരം തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. EHT ഉപഭോക്താക്കൾ എന്ന വൻകിട വ്യവസായികളാണ്, കേരളത്തിലെ വ്യവസായങ്ങളാണ്. എന്താ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം? എല്ലാ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി. മാവൂർ റയോൺസ് വലിയ ബൾക്ക് കൺസ്യൂമറായിരുന്നു, അടച്ചുപൂട്ടിപ്പോയി. ട്രാവൻകൂർ റയോൺസ്, പുനലൂർ പേപ്പർ മിൽ, ഒഗലെ ഗ്ലാസ് ഫാക്ടറി, അശോക ടെക്സ്റ്റൈൽസ്, കാത്തായി കോട്ടൺ, ഇങ്ങനെ നിരവധി സ്വകാര്യ കമ്പനികൾ കേരളത്തിൽ അടച്ചുപൂട്ടിപ്പോയി. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഫറൂഖ്, ചെറുവണ്ണൂർ മേഖലയിലുള്ള ഓട്ട് കമ്പനികൾ എത്ര എണ്ണം അടച്ചുപൂട്ടിപ്പോയി. ഇതിനൊക്കെ പകരം സ്വകാര്യ മേഖലയിൽ എന്ത് വ്യവസായങ്ങളാണ് വരുന്നത്? ഒന്നും വരുന്നില്ല, ഒരു നിക്ഷേപവും വരുന്നില്ല. പബ്ലിക് സെക്ടർ കമ്പനികളുടെ അവസ്ഥ എന്താ? പ്രവർത്തനം ചുരുങ്ങി വരിക, എണ്ണം വർദ്ധിക്കുന്നൊന്നുമില്ല. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, PB അമർനാഥ്, KT ജയചന്ദ്രൻ, PM മണി എന്നിവർ സംസാരിച്ചു. CK സുരേഷ് ബാബു സ്വാഗതവും K അജയകുമാർ നന്ദിയും പറഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സാംസ്കാരികോത്സവമായ ഇന്റർമെഡിന് മെയ് 15 തിരിതെളിയും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലോത്സവം മെയ് 19 സംവിധായകൻ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സാംസ്കാരികോത്സവമായ ഇന്റർമെഡ് കലോത്സവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെയ് 15 തുടങ്ങും. കേരളത്തിലെ 29 മെഡിക്കൽ കോളേജുകളിൽ നിന്നായി 5000-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഒരാഴ്ചയാണ് മേളയുടെ ദൈർഘ്യം. വിദ്യാർത്ഥികൾക്കായി 100-ലേറെ മത്സര ഇനങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. സെലിബ്രേറ്റ് വിത്ത് കാലിക്കറ്റ് എന്നതാണ് ഇത്തവണ പരിപാടിയുടെ ടാഗ് ലൈൻ. മെയ് 19 സംവിധായകൻ രഞ്ജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരികോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രിൻസിപ്പൽ ഡോക്ടർ VP ശശിധരൻ, സ്റ്റാഫ് കൺവീനർ ഡോക്ടർ ജയേഷ്, യൂണിയൻ ചെയർമാൻ ആഖിൽ നെബുഹാൻ തുടങ്ങിയവർ പറഞ്ഞു. ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട PR ജയപ്രകാശിന് സ്വീകരണം നൽകി. സ്വീകരണ യോഗം PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുതിയ ചെയർമാൻ PR ജയപ്രകാശിന് സ്വീകരണം നൽകി. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ചേർന്ന സ്വീകരണ യോഗം PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാന ചൂതാട്ട ലോട്ടറി തടയണമെന്നും കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംരക്ഷിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് വാഹന പ്രചരണ നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു. അവിടെ സോഫ്റ്റ്വെയർ കേടായി, വെള്ളിയാഴ്ച പോയാൽ തിങ്കളാഴ്ച വരുള്ളൂ. അതാണ് സോഫ്റ്റ്വെയർ. ഇപ്പൊ അതില്ല. ആ സോഫ്റ്റ്വെയർ നവീകരിച്ചുകൊണ്ട് 24 ഇരട്ടി ശക്തിയുള്ള സോഫ്റ്റ്വെയർ ആക്കിക്കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയ്ക്ക് നവീകരിച്ച് ഇന്ന് ലോട്ടറി ഓഫീസിൽ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്കിടയിൽ ഇവിടുത്തെ ട്രേഡ് യൂണിയന്റെ ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഗത്തിൽ PK നാസർ അധ്യക്ഷനായിരുന്നു. ദീപ്തി രവിചന്ദ്ര, ബാവ, ബാലകൃഷ്ണൻ, K കരുണാകരൻ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി പുതിയ ചെയർമാനെ സ്വീകരിച്ചു. ബോർഡ് ചെയർമാൻ PM ജമാൽ, ജില്ലാ സെക്രട്ടറി PK ശശി തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ശ്രീ വിദ്യാംബ ശക്തിപീഠം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പൂജാ പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. മെയ് 14 അളകാപുരിയിൽ മൂലയിൽ മോഹൻദാസ് പണിക്കർ ഉദ്ഘാടനം ചെയ്യും. ശ്രീ വിദ്യാംബ ശക്തിപീഠം ട്രസ്റ്റിന്റെ കീഴിൽ ക്ഷേത്ര പൂജകൾ, വൈദിക താന്ത്രിക കാവ് സമ്പ്രദായ പൂജകൾ, ശാക്തേയ പൂജകൾ എന്നിവയെക്കുറിച്ച് ജാതിമത ഭേദമന്യേ പഠിപ്പിക്കാനും പരിശീലനം നൽകാനുമാണ് പൂജാ പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. ആരാമ്പ്രത്തെ സെന്ററിലാണ് ക്ലാസുകൾ നടത്തുക. ജാതിമത ഭേദമന്യേ താൽപര്യമുള്ള ആർക്കും പൂജാവിധികൾ പഠിക്കാം. പൂജാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മെയ് 14 അളകാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മൂലയിൽ മോഹൻദാസ് പണിക്കർ നിർവഹിക്കും. BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും സാരഥികൾ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നേ? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. 2 കണ്ണും വായുമുള്ള മനുഷ്യനെ പോലെയാണ് കാറുകൾ. കാറുകൾ കണ്ട് കണ്ട് ചിത്രകാരനായ രഞ്ജിത്തിന്റെ ചിത്രപ്രദർശനം വ്യത്യസ്തമാവുന്നു. കാറുകൾ കണ്ടു കണ്ട് KK രഞ്ജിത്ത് ഒരു ചിത്രകാരനായി. കാറുകൾക്ക് മനുഷ്യമുഖത്തോടുള്ള സാമ്യമാണ് രഞ്ജിത്തിൽ കൗതുകമുണർത്തിയത്. 2 കണ്ണും വായുമുള്ള മനുഷ്യനെ പോലെ കാറുകൾ. കാറുകൾ കണ്ടാൽ നോക്കി നിൽക്കുമായിരുന്നു. 1994 മുതൽ കാറുകളെ ക്യാൻവാസിലാക്കി തുടങ്ങി. പേന ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചത്. 23 വർഷം കൊണ്ട് രഞ്ജിത്ത് വരച്ച കാറുകളിൽ 21 ലളിതകല ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നു. കാർ ആർട്ട് എന്നാണ് ചിത്ര പ്രദർശനത്തിന്റെ പേര്. കാർ ചിത്രങ്ങൾക്കൊപ്പം രഞ്ജിത്ത് കണ്ട ചില സ്വപ്നങ്ങളും ചിത്രങ്ങളായി പ്രദർശനത്തിലുണ്ട്. പെയിന്റിൽ ഒരുക്കിയതാണ് ഈ ചിത്രങ്ങൾ. മൊത്തം 38 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. നാടകപ്രവർത്തകൻ ശിവദാസ് പൊയിൽക്കാവിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം 13 സമാപിക്കും. രാവിലെ 11 മുതൽ രാത്രി 7 വരെയാണ് പ്രദർശന സമയം. അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനയജ്ഞം നടത്തും. മെയ് 14, 15, 16 തീയതികളിലായാണ് ചടങ്ങുകൾ നടക്കുക. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തും. വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി SNDP യോഗം കോഴിക്കോട് യൂണിയൻ മെയ് 14, 15, 16 തീയതികളിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനയജ്ഞം എന്ന ആധ്യാത്മിക യജ്ഞം നടത്തും. ശ്രീനാരായണ ഗുരുദേവന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള ജീവിത സന്ദർഭങ്ങൾ കോർത്തിണക്കി ഗുരുദേവ കൃതികളും ഗുരുദർശനവും ഗുരുദേവന്റെ ആധ്യാത്മികതയും സമന്വയിപ്പിച്ചുകൊണ്ട് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മാതൃകയിലാണ് പരിപാടി നടത്തുക. ശിവഗിരി മഠത്തിലെ മുതിർന്ന സന്യാസി വര്യൻ സച്ചിദാനന്ദ സ്വാമികൾ നേതൃത്വം നൽകും. മെയ് 14 യജ്ഞാചാര്യന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ഭദ്രദീപ പ്രകാശനം നടത്തും. യജ്ഞം മെയ് 16 മംഗളാരതിയോടുകൂടി സമാപിക്കുമെന്നും SNDP യോഗം കോഴിക്കോട് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ബേക്കറിയുടെ ഈറ്റില്ലത്തിൽ പിസ കൊണ്ട് ചരിത്ര വിസ്മയം തീർത്ത MV രമേശിന് കോഴിക്കോടിന്റെ സ്നേഹാദരം. സേവ് ഗ്രീൻ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. ചരിത്രങ്ങൾ പലതു പറയാനുണ്ട് തലശ്ശേരിക്ക്. സർക്കസ്, ക്രിക്കറ്റ്, ബേക്കറി അങ്ങനെ പോകുന്നു ഇതിന്റെ നിര. ബേക്കറിയുടെ ഈറ്റില്ലത്തിൽ 40 അടി നീളമുള്ള പിസ ഒരുക്കിയാണ് കൊച്ചിൻ ബേക്കറി ഉടമ MP രമേശ് ചരിത്രത്തിൽ തന്റെ കയ്യൊപ്പ് കൂടി തലശ്ശേരിക്ക് സമർപ്പിച്ചത്. കേക്ക് കൊണ്ട് വൈവിധ്യങ്ങൾ തീർത്ത് 2 തവണ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ തന്റെ സാന്നിധ്യവും ഉറപ്പിച്ചിരുന്നു. തലശ്ശേരി നഗരസഭയുടെ 150ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബേക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അപ്പക്കൂട് പെരുമ എന്ന പരിപാടിയിലായിരുന്നു 40 അടി നീളമുള്ള പിസ നിർമ്മിച്ചത്. ഈ ഉദ്യമം വിജയകരമായി പൂർത്തിയാക്കിയ MP രമേശിനെ സേവ് ഗ്രീൻ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനമൊരുക്കി.
കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി മുകുന്ദൻ പൊന്നാടി അണിയിച്ച് കേക്ക് മുറിച്ചു. പ്രസിഡന്റ് MP രജിൽ കുമാർ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി മുല്ലേരി ചന്ദ്രശേഖരൻ, P സുജിത് കുമാർ, E മുരളീധരൻ, VM വിജയൻ, KR സുഗുണൻ എന്നിവർ സംബന്ധിച്ചു. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമ്മതപത്രമില്ലാതെ സ്ഥലം കയ്യേറിയെന്ന പരാതിയുമായി അമ്മയും മകളും. മലാപ്പറമ്പ് ചെരപ്പറമ്പിൽ താമസിക്കുന്ന പ്രവാസികളായ മാലതിയും സിന്ധുവുമാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങളുടെ സമ്മതമില്ലാതെ പഞ്ചായത്ത് മെമ്പർ സ്ഥലം ഇടിച്ച് റോഡിലേക്ക് ചേർക്കുകയായിരുന്നു എന്ന് സിന്ധു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഷങ്ങളായി സിന്ധുവും അമ്മ മാലതിയും ദുബായിലാണ്. ഇവർക്ക് നന്മണ്ട ഏഴുകുളത്ത് സ്വന്തമായി ഭൂമിയുണ്ട്. ഈ സ്ഥലമാണ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KKD രാജൻ അനധികൃതമായി കയ്യേറി റോഡിനോട് ചേർത്തത്. സ്ഥലം വിട്ടുകൊടുക്കാത്തതിനാൽ തന്നെ ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും സിന്ധു പറഞ്ഞു. ബാലുശ്ശേരി SIക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് മെമ്പർക്കെതിരെ കേസെടുക്കാതെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത താൻ ഒത്തുതീർപ്പിന് തയ്യാറല്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് മാതൃയാവേണ്ട ജനപ്രതിനിധി ഒരാളോടും ഇനി ഇത്തരത്തിൽ അക്രമം കാണിക്കരുത്. മെമ്പർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും സിന്ധുവും അമ്മയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങള് SIനെ കണ്ടു, ബാക്കിയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അതിന്റെ റെസീറ്റും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവർക്കൊന്നും ഒരു ഇതില്ല. പറഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരതാണ്, ഇത് പാർട്ടി ബേസ് കളിച്ചതാണ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇയാളെ മെമ്പറാണ്, ഇയാളിപ്പോൾ ഇന്നത് ചെയ്തു, നാളെ ഇയാളെ മിനിസ്റ്ററായ നമുക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത്? പെണ്ണുങ്ങളെ നേരെ ചീത്ത വിളിക്കുക, അസഭ്യം പറയാം, അതൊന്നും നടക്കാൻ പറ്റില്ല. അത് വിവർത്തന സാഹിത്യം സർവകലാശാലകൾ ഗൗരവത്തിൽ എടുക്കണമെന്ന് MP വീരേന്ദ്രകുമാർ MP. മലയാള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഇംഗ്ലീഷ് പരിഭാഷകളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃതികൾ മറ്റ് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിലൂടെ മാത്രമേ മലയാള സാഹിത്യ പ്രതിഭകളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ സാധിക്കൂവെന്ന് MP വീരേന്ദ്രകുമാർ MP. മലയാള സർവകലാശാലയുടെ പരിഭാഷാ പദ്ധതിയിൽ പ്രസിദ്ധീകരിച്ച ഖദീജ മുംതാസിന്റെ ബർസ, അംബികാസുധൻ മാങ്ങാടിന്റെ എന്മകജെ എന്നീ കൃതികളുടെ ഇംഗ്ലീഷ് പരിഭാഷകൾ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവർത്തനം വലിയ സാഹിത്യ ശാഖയാണ്. ഇക്കാര്യത്തിൽ വിദേശ സർവകലാശാലകൾ ഏറെ മുന്നിലാണ്. എന്നാൽ നമ്മുടെ സർവകലാശാലകൾ ഇത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. MT എന്ന സാഹിത്യകാരനെ ലോകം അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടണം. അതേസമയം മറ്റു രാജ്യങ്ങളിലെ കൃതികൾ ധാരാളം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമ്മുടെ സാഹിത്യം അറിയുന്നത് മാത്രമല്ല, നമ്മളുടെ ഭാഷകളിലെ സാഹിത്യവും നമ്മുടെ ഭാഷയിലൂടെ അറിയണം. മലയാള സാഹിത്യം എന്നും വാങ്ങലുകളാണ് നടത്തിയിട്ടുള്ളൂവെന്നും ഒന്നും കൊടുത്തിട്ടില്ലെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തുകാരെ ലോകതലത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ല. പരിഭാഷാ പദ്ധതിയിലൂടെ ഈ ഉദ്യമമാണ് സർവകലാശാല ഏറ്റെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PK പാറക്കടവ്, MA റഹ്മാൻ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. ഖദീജ മുംതാസ്, അംബികാസുധൻ മാങ്ങാട്, പ്രൊഫസർ KM ഷരീഫ്, ഡോക്ടർ J ദേവിക എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KM ഭരതൻ സ്വാഗതവും ഡോക്ടർ E രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ ഓഫ് ഫോക്ലോർ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്പാർക്ക് പ്രശസ്ത എഴുത്തുകാരൻ UA ഖാദറിനെ ആദരിക്കുന്നു. മെയ് 15 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ ഓഫ് ഫോക്ലോർ ആർട്സ് ആൻഡ് കൾച്ചറൽ പ്രശസ്ത എഴുത്തുകാരൻ UA ഖാദറിനെ ആദരിക്കുന്നു. മെയ് 15 കോഴിക്കോട് ടൗൺ ഹാളിൽ വൈകുന്നേരം 6 മണിക്ക് MGS നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ മികച്ച സേവനങ്ങളെ മുൻനിർത്തി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ S കൃഷ്ണകുമാറിന് ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കും. രാവിലെ 9 മുതൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 100ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരം ഡോക്ടർ K കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ആദ്യത്തെ 3 സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ക്യാഷ് പ്രൈസും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘടനയുടെ വളർച്ചയ്ക്ക് പുതുതലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവരണമെന്ന് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഡോക്ടർ സുദർശൻ നാച്ചിയപ്പ. കോൺഗ്രസ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. വികസനത്തിന്റെ പേരിൽ വ്യാപാരികൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ. AKDAക്ക് കോഴിക്കോട്ട് പുതിയ ആസ്ഥാനം. തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ SSLC+2 വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് കോഴിക്കോട്ട്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.